നിങ്ങൾ ഈ ഫുഡ് എടുക്കാൻ മറന്നോണം എന്താ? ബാഗ് വണ്ടിയിൽ വെച്ചിട്ട് വന്ന് എടുക്കാന്ന് വിചാരിച്ചു. ഓ വെച്ചു. ബാഗ് എടുത്തിട്ട് പിന്നെ ഒറ്റ പോക്കാണ്. നിങ്ങളിങ്ങനെ അടിച്ചു മരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പുറത്തെ വീട്ടിലെ സ്റ്റെല്ല ചേച്ചി ചോദിച്ചു കാറില്ലാത്തെന്തെന്ന്. അവർക്ക് കാറില്ലെന്ന് നിന്റെ ചോദിക്കുന്നത്. അതല്ല രവിയേട്ടാ, നമുക്ക് കാറില്ലാത്ത എന്ത്, ഒരു കാറ് വേണ്ടേ, ഒരു ആവശ്യം വന്നാൽ എന്ത് ചെയ്യുന്നു? അവിടെ കാറുണ്ടോ? 2 കാറ് 2 ബൈക്കും ഉണ്ട്. എന്നാ പിന്നെ അതിലൊരെണ്ണെങ്കിൽ തരാൻ പറ. അവിടെ കിടക്കണതേ കളിപ്പാട്ടല്ല, ഇങ്ങ് എടുത്തോണ്ട് വരാൻ. ഞാനൊരു കാര്യം ചെയ്യ്, ഇനി ചോദിക്കുമ്പോഴേ നമുക്ക് കാർ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ പോകാൻ നേരത്ത് നീ ഒന്ന് ഓരോ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ മണി, സമയം പോണു. നിന്റെ ചേട്ടൻ വിളിച്ചായിരുന്നു. ഇനി വിളിക്കുമ്പോ പറ, പോലീസുകാരനെ വെട്ട ഓട്ടിച്ചതിൽ 25,000 രൂപയാണ് കേസ് നൂരാൻ കൊടുത്തത്. ആ പൈസ കൊണ്ട് ഇനി ഈ വീട്ടിൽ കാലുകുത്താവളെന്ന് പറ. എന്റെ ചേട്ടനോട് ഞാൻ അങ്ങനെയൊന്നും പറയൂല. നിന്റെ ചേട്ടൻ ഇപ്പോഴും കണ്ണിലുണ്ണിയാണല്ലോ. ആണ്. പോട്ടോ. അതെ, പിങ്കി വരണമെന്ന് പറഞ്ഞിട്ട് ഞാനും ഉണ്ട്. എങ്ങോട്ട്? എന്നെ സ്റ്റേഡിയത്തിന്റെ അവിടെ ഇറക്കിയാൽ മതി. അതിന് ഞാൻ സ്റ്റേഡിയം റോഡ് വഴിയല്ലേ പോണത്, അതിന്റെ താഴത്തെ വഴിയാണ്. സ്റ്റേഡിയം റോഡ് 1 വേ ആണ്. അച്ഛാ കറങ്ങി ചർച്ച വഴി പോവാലോ. മണി, എന്റെ സമയം കളയാനായിട്ട് കാണിക്കുന്ന കണ്ടോ? അതാ നീ എന്തിനാ ഇവിടെ കയറിയിരിക്കണ? എനിക്ക് സ്റ്റേഡിയത്തിൽ പോണം. ഞാനാണ് അച്ഛനോട് പോണെന്ന് പറഞ്ഞ. നീ കൂടെ ഇറങ്ങ്. നിനക്ക് സയൻസ് പാർക്കിലല്ലേ, ഒന്ന് നടന്നു പോടെ. അങ്ങനെങ്കിലും വെയിലടിച്ച് എന്റെ കൊഴുപ്പൊക്കെ ഉരുക്കി പോട്ട്. മാറടി വഴി മുടക്കി. മക്കളെ മാറ്, നിനക്ക് ഓട്ടെ പോകാനുള്ള പൈസ തരാം. എത്ര പേര്? 50 രൂപ തരാം. അതുകൊണ്ട് അത് ഒരു സൈഡിന്റെ നീ ഇറങ്ങ്, രണ്ടാളും എങ്ങനെയെങ്കിലും പോയി. എനിക്ക് സമയമായി. ഞാൻ കയറിപ്പോ ഇനി ഇറങ്ങൂല. മണി, ഇത് ഭയങ്കര കഷ്ടമാണ് മണി. ഞാൻ എന്തോ ചെയ്യാൻ? ഇറങ്ങ. നീ ബാഗിലോട്ട് ഞാൻ അവിടെ കയറാം. അത് പറ്റൂല, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം. ഇതൊന്നും ട്രിപ്പിളാ, ട്രിപ്സിൽ പറ്റൂല. എന്തായാലും രണ്ടുപേരും കേറിയില്ലേ, നിങ്ങൾ പോവാൻ നോക്ക്. പിന്നെ നീ കൂടെ കയറ്. മണി, ട്രിപ്പിളൊന്നും ശരിയാവില്ലെന്ന്. അച്ഛാ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങും. അങ്ങോട്ട് പെട്ടെന്ന് ഇറങ്ങും. ശല്യങ്ങളും. നീ ഒന്നും അടിച്ചേ. ഞാനോ? വന്ന് അടിക്കേ. അടി അമ്മ നോയിക്കൊണ്ടിരിക്കാതെ ആന തടി വെച്ചോളൂ. ഇവിടെ മാറും. എന്തൊരു കഷ്ടമാണ് അവസാനം എന്റെ തലയിലായി. മാറി, കാല് മാറ്റം. കണ്ടാ ഐശ്വര്യമുള്ള ഒരു ചവിട്ടി സ്റ്റാർട്ട് ചെയ്താ. ഓ, കൂടുതൽ ഐശ്വര്യം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. സൂക്ഷിച്ചു പോണേ. വീട്ടിൽ പറഞ്ഞിട്ട് തന്നെ വന്നത്. വേറെ ഒരു വണ്ടിയും കിട്ടിയില്ല എടുത്തു ചാടാൻ. ഇത് മക്കള് തന്നെ ആണെന്ന് പറയാം. നല്ല മക്കള്. ഇതെന്തോന്ന് പോക്കച്ചാ? ഇതിനെക്കാളും ഭേദം നടന്നു പോണായിരുന്നു. ഉണ്ടായി പിള്ളേരെ, ഒന്നാതെ അഡ്ജസ്റ്റ് ചെയ്താണ് പോണത്. നീ പതുക്കെ പോയാ മതി. പാട്ട വണ്ടിയാണ്, പൊളിഞ്ഞു വീഴും. വണ്ടി സ്ട്രോങ് ആണ്, അത് വിട്. എവിടെ പോണാ നീ? കായുളി മേടിക്കാനാ? ഉണ്ടായിരുന്നെങ്കിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കല്ലേ. ആ കൊള്ളും കൊള്ളും. അമ്മാ, രണ്ടും കൂടെ ഒരുമിച്ച് എന്ത് വരണേ? എവിടെ പോണെന്ന് വെച്ചിട്ട് പോയില്ലേ? ഒരു മൂടില്ലായിരുന്നമ്മ, അതുകൊണ്ട് വഴിയിലെങ്കിൽ ഇറങ്ങി പോന്നു. നീ അടി. ഇവളിറങ്ങിയപ്പോ ഞാനും അങ്ങ് ഇറങ്ങി. പിന്നെ ഒരുമിച്ച് ഓരോന്ന് നടന്നങ്ങ് പോന്നു. സ്റ്റേഡിയത്തിൽ നിന്റെ കോച്ചൊക്കെ വരുന്നു പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ പ്രശ്നമില്ലേ? കോച്ചൊക്കെ 5-6 ദിവസം അവിടെ കാണും. രണ്ടും കൂടെ വെപ്രാളപ്പെട്ട് കെട്ടി ഒരുങ്ങി പോയിട്ട് ഇങ്ങ് പോന്നല്ലോ. ഒന്നാമതേ ഞങ്ങൾ വഴി ഇറങ്ങാൻ കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടി ആയപ്പോ അച്ഛന് വണ്ടി ഓടിക്കാൻ സൗകര്യമില്ല. പിന്നെ ഞങ്ങൾ അച്ഛന്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോ അങ്ങ് ഇറങ്ങി. അല്ലേ പിങ്കി? അല്ലേ അച്ഛന് വയ്യ. ഇനി ബാലൻസ് എങ്ങാനും തെറ്റി എവിടെയെങ്കിലും വീണ പാവം അല്ലേ അമ്മ അച്ഛൻ. അങ്ങനെ ബാലൻസ് ഒന്നും അച്ഛന് തെറ്റൂല. അമ്മ ഇനി ആ വണ്ടിയിലൊന്നും പോയി കേറരുത്, വണ്ടി താങ്ങൂല. ഞങ്ങൾ രണ്ടുപേരും കേറണതിനെ കാട്ടും വെയിറ്റ് ആണ് അമ്മയ്ക്ക്. അമ്മ വണ്ടി കയറിയ ഒരുമാതിരി വാട്ടർ ബാഗ് എടുത്ത് വെച്ചതുപോലെയാണ്. പ്ലും പ്ലും ആടി ഉലഞ്ഞ് അങ്ങ് നടക്കും. പിന്നെ വണ്ടി മറിഞ്ഞില്ലെങ്കിലേ ഉള്ളൂ. എന്നെ കളിയാക്കാൻ നിൽക്കുന്ന ഞാൻ കേറിയ വണ്ടി മറിയുന്നല്ലേ? ഇക്കണക്കിന് പോയാലേ ഇവക്ക് എന്റെ പ്രായമാകുമ്പോ എവിടെങ്കിലും പോണെങ്കിൽ ലോറി പിടിക്കേണ്ടി വരും. അത് പൊളിച്ച് രണ്ടും കൂടെ എന്റെ വെക്കിട്ടങ്ങ് കേറിക്കോണം. നീ വാ, നമുക്ക് പോവാം. പിന്നെ അമ്മ, ഇന്ന് അച്ഛൻ പറഞ്ഞു അവിടെ ഓഡിറ്റിംഗ് നടക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് ആരും വിളിക്കണ്ട. ആണോ?
പിന്നെ അമ്മ ക്യാഷ് ഇട്ടും ബദാമ് തീർന്നാ? എന്തോ അവിടെ കാണും. അല്ല അല്ല, തീർന്നെന്ന് തോന്നുന്നു. തീർന്നോടെ വാങ്ങിച്ചു വെക്കണ്ടേ? തീരാൻ പാടുണ്ടോ? പോച്ചേ, നില്ല്. ഈ മുറ്റത്തെ ചവറൊക്കെ വരി കത്തിക്കും. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. എന്ത്? ഒന്ന് സഹായിച്ചിട്ട് പോ പിള്ളാരെ. ആ കഴിക്കണല്ലേ? വരാം. ആ ബാഗ് ചെരുപ്പല്ല അവിടെ വലിച്ചേരി ഇടരുത് കേട്ടോ. ഉരുളയ്ക്ക് പേര്